എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ലാസ് ഒരു പുതിയ വിഷയത്തിലേക്ക്, നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി 40 ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അടുത്ത ഒരു വിഷയം കൂടി ആരംഭിക്കുകയാണ്. ഓൾറെഡി നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ് 7 മണിക്ക് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ക്ലാസ് കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, EVSന്റെ ക്ലാസ്സാണ്. EVSന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും പ്രതീക്ഷയോട് കൂടി നമുക്കൊരു 30 മാർക്കിൽ 22 മാർക്ക് മുതൽ 28 മാർക്ക് വരെ കിട്ടണമെന്ന് കരുതുന്ന ഒരു വിഷയമാണ് EVS. ഒരുപാട് വ്യാപ്തിയുള്ള വിഷയമല്ല. എന്നാൽ കഴിഞ്ഞ പരീക്ഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ EVS ഒരു ഇത്തിരി പാടായിരുന്നു എന്ന് വേണം പറയാം. പക്ഷെ പഠിച്ചവർക്ക് നല്ല എളുപ്പമായിരുന്നു. നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കടന്നു പോകുന്ന എല്ലായ്പ്പോഴും ചോദ്യങ്ങളുള്ള മേഖലകളെ കേന്ദ്രീകരിച്ചാണ് ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടീച്ചറോട് തുറന്നു ചോദിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. അത് ഞാൻ പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ പറയാൻ ടീച്ചറോട് പറയാം. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരിക്കലും സംശയം വെച്ച് മുന്നോട്ട് പോകാൻ പാടില്ല. കാരണം നമുക്കറിയാം, മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു 22 സ്കോർ നമുക്ക് മിനിമം ചെയ്യാൻ പറ്റണം. പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പരീക്ഷ എന്ന് പറയുന്ന കടമ്പ കടക്കാൻ പറ്റത്തുള്ളൂ. പരീക്ഷ ഓരോ പ്രാവശ്യം വരുമ്പോഴും കൂടുതൽ കൂടുതൽ കട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് എളുപ്പമുള്ളൊരു പരീക്ഷയാണ് ഇപ്രാവശ്യം എന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, ഞാൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഞാൻ ഇത്തവണ കയറി പറ്റിക്കോളും, എനിക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിക്കോളും എന്ന് കരുതിയിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ ദിവസം പരീക്ഷയോട് അടുക്കും തോറും നമുക്ക് ചൂട് കൂടുകയാണ്. അല്ലാതെ ഇനിയിപ്പോ ഈ 40 ദിവസം കൊണ്ട് ഞാൻ എന്നാ കാണിക്കാനാ? നിങ്ങൾ ചിന്തിക്കേണ്ടത് 40 ദിവസം 1.5 മണിക്കൂർ 60 മണിക്കൂർ നിങ്ങൾ ചെലവാക്കിയ ഈ പരീക്ഷ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നത് വേണ്ട. നിങ്ങൾ 80 മണിക്കൂർ ചെലവാക്കിയ നിങ്ങൾക്ക് 100% ഈ പരീക്ഷ ജയിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമുക്കിപ്പോൾ ഒരു പ്ലാന്റ്സിനെ കുറിച്ച് ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രോഗങ്ങളെ കുറിച്ച് ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ, ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് മാത്രം വെച്ചുകൊണ്ടിരിക്കാതെ അന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഒന്ന് റെഫർ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും ഫോണിൽ ഇന്റർനെറ്റ് ഒക്കെ ഉണ്ട്. ചുമ്മാ കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, ടീച്ചർ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അപ്പൊ കിട്ടും. ഈ ChatGPTയുടെയും AI ഒക്കെ ഒരുപാട് സ്രോതസ്സുകൾ നിങ്ങൾക്ക് വിരൽത്തുമ്പിലുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോഴേ നമ്മൾ ഈ പഠനം പൂർത്തിയാവുള്ളൂ. കാരണം നമുക്ക് പറയുന്നതിനൊരു പരിധിയുണ്ട്. മണ്ണിനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിനൊരു പരിധിയുണ്ട്. അതുപോലെ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. ഗതാഗതത്തെ കുറിച്ച് പറയുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പരിധികളുണ്ട്. ആ പരിധികളെ മറികടക്കണമെങ്കിൽ നിങ്ങൾ കൂടി മെനക്കെട്ടാൽ മാത്രമേ സാധിക്കൂ. പിന്നെ നമ്മുടെ EVSന്റെ ക്ലാസ് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഉണ്ടാവില്ല. ഇന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാസ് ഉണ്ടായി എന്ന് വരില്ല. മറ്റന്നാളായിരിക്കും ക്ലാസ് ഉള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്, പഠിച്ച കാര്യം ഒന്നുകൂടി വിചിന്തനം ചെയ്യാനാണ്. നമുക്ക് ഒരുപാട് പ്രതീക്ഷയോടുകൂടി നമ്മൾ നോക്കുന്ന ഒരു വിഷയം തന്നെയാണ് EVS, മാത്സ് ഒക്കെ. കാരണം ഈ വിഷയങ്ങളിൽ നിന്ന് വേണം നമ്മുടെ വിദ്യാഭ്യാസത്തിലെ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടേണ്ട വിഷയങ്ങളാണ് EVS, മാത്സ്, മലയാളം, സൈക്കോളജി ഒക്കെ. കാരണം ഇംഗ്ലീഷ് നിങ്ങൾ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറെ സ്കിപ്പ് ചെയ്യും. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ളൊരു മുൻവിചാരം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കുറെ സ്കിപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതെന്ന് പറയുന്നത് ഈ EVS ഒക്കെയാണ്. ഇവിടെ നിങ്ങൾ പഠിച്ച് തറവായിട്ട് തന്നെ പോകും. നിങ്ങളുടെ ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്ന ടോപ്പിക്കുകൾ എന്തായാലും ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് അയച്ചു തരും. അപ്പൊ ഞാൻ ആ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലിടും. നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യവും ഒരു ഉത്തരവും ടീച്ചർ പഠിപ്പിക്കുന്ന ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്ന് ഏതെങ്കിലും സ്രോതസ്സുകളിൽ നിന്നോ നിങ്ങൾ ഇടാം. എല്ലാവരും ഇടണം. കാരണം നമ്മൾ ഇനിയും തോൽവിക്ക് കീഴടങ്ങരുത്. നമുക്ക് എന്താ പറയാ, ഒരു ഓട്ടപ്പന്തയം നടക്കുമ്പോൾ നമ്മൾ അടുത്ത് ആ വരയിൽ കയറി നിന്നിട്ട് കാര്യമില്ല. നമ്മൾ നന്നായിട്ട് ഓടിയെങ്കിലേ നമുക്ക് മുന്നിൽ ചെല്ലാൻ പറ്റും. അതുകൊണ്ട് നന്നായിട്ട് ഓടാൻ നിങ്ങൾക്ക് പറ്റട്ടെ. അതിന് പറ്റിയ ഒരു സപ്പോർട്ട് തരാൻ പറ്റിയ ഒരു ടീച്ചറാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അതിനെ വ്യാപ്തമായിട്ട് തന്നെ പറഞ്ഞു തരാൻ കഴിവുള്ള ടീച്ചറാണ് അഖില ടീച്ചർ. അപ്പം ടീച്ചറിനെ ക്ലാസ് നയിക്കുന്നതിനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.
താങ്ക് യു സർ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ ഓക്കെ. അപ്പോ സാറ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇനി ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എടുക്കുന്ന പ്രധാനമായിട്ട് EVS ആണ്. EVSനകത്തുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തായിരിക്കും പോകുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമുക്ക് പിന്നീട് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറുക, നോട്ട് എഴുതിയെടുക്കുക, അതുപോലെ പഠിക്കുക. ഇതാണ് ചെയ്യാനുള്ളത്. അതുപോലെ പരീക്ഷയും കൂടെ അറ്റൻഡ് ചെയ്യണം. ഇനി ക്ലാസ് ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് വ്യക്തമായിട്ട് ഞാൻ പറയും. ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം വ്യക്തമായിട്ട് കേൾക്കണം. കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം എഴുതി വെക്കണം. ഇപ്പോ ഒരു സെന്റൻസ് സ്ക്രീനിൽ കാണിക്കുമ്പോൾ ആ സെന്റൻസ് അതുപോലെ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കതിനെ ഒരു ഹൈഫണൊക്കെ കൊടുത്ത് ലെക്ചർ നോട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോക്കി മനസ്സിലാകുന്ന പോലെ എഴുതിയെടുത്താൽ മതി. ആദ്യം പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കണം. കേട്ടതിന് ശേഷം അത് നോട്ട് ചെയ്യണം. നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറയും. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ മൈക്ക് ഓൺ ആക്കണമെന്നില്ല, മൈക്ക് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ എന്റെ കൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആവർത്തിച്ച് പഠിക്കുമ്പോൾ നിങ്ങളത് മറന്നു പോകത്തില്ല. ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഭാഗം പഠിച്ചു പോകാനും നിങ്ങൾക്ക് പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കാറ്റഗറി 1 വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളുമാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ ഡൗട്ട് ചോദിക്കാൻ ഉള്ള സമയം തരും. ആ സമയത്ത് നമ്മൾ പഠിപ്പിച്ച ഭാഗത്തു നിന്നുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് ചോദിക്കാം. എക്സ്ട്രാ ഡൗട്ടുകൾ എന്തായാലും നമുക്ക് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ തുടർന്നുള്ള ഭാഗങ്ങളിലോട്ട് വരുമ്പോഴേക്കും നിങ്ങളുടെ ഡൗട്ടുകൾ എല്ലാം ക്ലിയർ ആകും. ഇനി അഥവാ ക്ലിയർ ആയില്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ അവസാന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒന്നുകിൽ ഇന്നത്തെ ക്ലാസ്സിനോ അല്ലെങ്കിൽ നാളത്തെ ക്ലാസ്സിനോ ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതുമായിരിക്കും. അപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ മൈക്ക് ഓൺ ആക്കി ഉത്തരം പറയുക. എനിക്ക് നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങൾ വരും, അതുകൊണ്ട് മൈക്ക് ഓൺ ആക്കി തന്നെ ഉത്തരം പറയാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതും എന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാം. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതുപോലെ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്തുള്ള ഒരു ഭാഗം പോലും അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഭാഗം പോലും നമുക്ക് കളയാനായിട്ടില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലഘുയന്ത്രങ്ങൾ, ഉത്തോലകങ്ങൾ, സിമ്പിൾ മെഷീൻസ്. ലഘുയന്ത്രങ്ങൾ, ഉത്തോലകങ്ങൾ. ആദ്യമായിട്ട് എന്താണ് ലഘുയന്ത്രങ്ങൾ? യന്ത്രം എന്ന് പറയുമ്പോൾ അറിയാലോ, മെഷീൻസ്. ലഘുവായിട്ടുള്ള എന്ന് പറയുമ്പോൾ ചെറിയ തരത്തിലുള്ള, വലിയ മെഷീൻസ് ഒന്നുമല്ല, വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന എന്തൊക്കെയോ യന്ത്രങ്ങളാണ്. മാനുഷിക പ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്നവയാണ് ലഘുയന്ത്രങ്ങൾ. മാനുഷിക പ്രയത്നം എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലി ഈസി ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഈ ലഘുയന്ത്രങ്ങൾക്കകത്ത് വരുന്നത്. ലഘുയന്ത്രങ്ങള് നമുക്ക് തരുന്ന പ്രയത്ന ലാഭത്തിന്റെ തോതിനെ സൂചിപ്പിക്കുന്ന പദമാണ് യാന്ത്രിക ലാഭം. എന്ന് വെച്ചാല് നമ്മൾ പറഞ്ഞു, നമ്മുടെ ചെയ്യുന്ന ഒരു ജോലി ഈസി ആയിട്ട് ചെയ്യാൻ, ലഘുവാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ലഘുയന്ത്രം. അപ്പൊ ഈ ലഘുയന്ത്രം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രയത്ന ലാഭം ഉണ്ടാവുമല്ലോ. നമ്മൾ കുറച്ച് കൂടുതൽ സമയമായിരിക്കും നമുക്ക് ഇവിടെ ലാഭമായിട്ട് വന്നത്. നമുക്ക് കുറച്ച് ഈസി ആയിട്ട് അധികം ഹാർഡ് വർക്ക് ചെയ്യാണ്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. ആ ഒരു ലാഭം, നമുക്ക് കിട്ടിയ ആ ഒരു പ്രയത്ന ലാഭത്തിന്റെ തോതിനെയാണ് യാന്ത്രിക ലാഭം എന്ന് പറയുന്നത്. യാന്ത്രിക ലാഭം, ഈ ടേംസ് ഒക്കെ ഓർത്ത് വെക്കണം. മാനുഷിക പ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്നവയാണ് ലഘുയന്ത്രങ്ങൾ, സിമ്പിൾ മെഷീൻസ്. ലഘുയന്ത്രങ്ങൾ നമുക്ക് തരുന്ന പ്രയത്ന ലാഭത്തിന്റെ തോതിനെ സൂചിപ്പിക്കുന്ന പദമാണ് യാന്ത്രിക ലാഭം എന്ന് പറയുന്നത്. ഈ ഒത്തിരി ലഘുയന്ത്രങ്ങളുണ്ട്. ഈ ലഘുയന്ത്രങ്ങൾക്കകത്ത് വരുന്നവയാണ് ഉത്തോലകങ്ങൾ. ലഘുയന്ത്രങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുമ്പോൾ ഉത്തോലകങ്ങൾ, ലെവർ, ചരിവ് തലങ്ങൾ, ഇൻക്ലൈൻഡ് പ്ലെയിൻസ്, ആപ്പ്, വിഡ്ജസ്, കപ്പി, സ്ക്രൂ, ഇതൊക്കെ ലഘുയന്ത്രങ്ങൾക്ക് ഉദാഹരണമാണ്. ഉത്തോലകങ്ങൾ, ചരിവ് തലങ്ങൾ, ആപ്പ്, കപ്പി, സ്ക്രൂ ഒക്കെ ലഘുയന്ത്രങ്ങൾക്ക് ഉദാഹരണമാണ്. ലഘുയന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? മാനുഷിക പ്രയത്നം ലഘൂകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. നമ്മൾ അവിടെ ഈസി ആക്കാൻ വേണ്ടി, നമ്മുടെ ജോലി ഈസി ആക്കാൻ വേണ്ടി ഉപയോഗിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ആ പ്രയത്ന ലാഭത്തിന്റെ തോതിനെ സൂചിപ്പിക്കുന്ന പദമാണ് യാന്ത്രിക ലാഭം. ലഘുയന്ത്രങ്ങൾക്ക് ഉദാഹരണം എന്ന് പറയുമ്പോൾ ഉത്തോലകങ്ങൾ, ചരിവ് തലങ്ങൾ, ആപ്പ്, കപ്പി, സ്ക്രൂ ഒക്കെയാണ്. ഇനി ഉത്തോലകങ്ങൾ.
ഉത്തോലകങ്ങള് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നതാണ് ഉത്തോലകങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തിനകത്തു നിന്ന്. അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്ന കാര്യങ്ങൾ അത്രയും ശ്രദ്ധിച്ചിരുന്ന് പഠിക്കണം. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. ഒരു ബിന്ദു ഉണ്ട്, ആ ബിന്ദുവിനെ ആധാരമാക്കിക്കൊണ്ട് എന്ത് ചെയ്യും, ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഉത്തോലകങ്ങൾ ലഘുയന്ത്രങ്ങളാവുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ ജോലി ഈസിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ് ലഘുയന്ത്രങ്ങൾ. അപ്പോ ഈ പറയുന്ന ഉത്തോലകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ജോലി ഈസിയാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉത്തോലകങ്ങളെ ഈ ലഘുയന്ത്രങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയേക്കുന്നത്. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. നമ്മുടെ നെയിൽക്കട്ടർ, നഖം വെട്ടി എന്ന് പറയുന്നത് ഒരു ഉത്തോലകത്തിന് ഉദാഹരണമാണ്. നഖം വെട്ടിയെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കണം. നഖം വെട്ടി എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ്, ഒരു ബിന്ദു ഉണ്ട്. ആ ബിന്ദുവിനെ നഖം വെട്ടുന്ന അവിടെ നമ്മളൊരു പോയിന്റ് ഉണ്ട്. ആ ബിന്ദുവിനെ ആധാരമാക്കി എന്ത് ചെയ്യുന്നത്, നമ്മൾ നഖം വെട്ടുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ഭാഗത്തിനെ ചലിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ദൃഢദണ്ഡ് ചലിക്കുന്നത്. അപ്പൊ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളെ നമുക്ക് എന്ത് പറയാം, ഉത്തോലകങ്ങൾ എന്ന് പറയാം. ഇനി ഇതിനകത്ത് പറയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒരു ഉത്തോലകം എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 കാര്യങ്ങൾ വരും. 1 ദാരം, ഫൾക്രം. 2 യത്നം, എഫേർട്ട്. 3 രോധം. ഒരു മിനിറ്റ്. ഒന്നാമത്തത് ദാരം, 2 യത്നം, 3 രോധം. ദാരത്തിനെ ഫൾക്രം നമുക്ക് എഫ് എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ദാരം എന്ന് എഴുതിയിട്ട് അതിന് നേരെ ഒരു ഹൈഫൺ കൊടുത്ത് എഫ് എന്നാണ് നമ്മൾ ദാരത്തിന് പറയുന്നത്. യത്നം എന്ന് പറഞ്ഞാല് എഫേർട്ട്, ഇ. രോധം എന്ന് പറഞ്ഞാല് ആർ, റെസിസ്റ്റൻസ്. അപ്പോ ഒരു ഉത്തോലകം എന്ന് പറയുമ്പോൾ ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ദാരം ഉണ്ടാകും, യത്നം ഉണ്ടാകും, രോധം ഉണ്ടാകും. എഫും ഇയും ആറും ഉണ്ടായിരിക്കും. എഫ് എന്താണ്, ദാരമാണ്. ഇ യത്നമാണ്, ആറ് രോധമാണ്. ഇനി ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ദാരം എന്ന് പറയുന്നത് ഒരു സ്ഥിര ബിന്ദുവാണ്. ഓക്കെ, ദാരം എന്ന് പറയുന്ന ഒരു സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഉത്തോലകം ചലിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡാണ് ഉത്തോലകം എന്ന്. അപ്പൊ ദാരമാണ് ഈ സ്ഥിര ബിന്ദുവാണ്, ഈ നിശ്ചിത ബിന്ദുവിനെയാണ് ദാരം എന്ന് പറയുന്നത്. ദാരം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകം. അപ്പൊ ദാരം എന്ന് പറയുന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കിയാണ് എന്ത് ചെയ്യുന്നത്, ഉത്തോലകങ്ങൾ യഥേഷ്ടം തിരിയുന്നത്. ഇനി യത്നം എന്ന് പറയുമ്പോൾ ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം, ഉത്തോലകത്തില് നാം പ്രയോഗിക്കുന്ന ബലം. നഖവെട്ടി എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഒരു സ്ഥിര ബിന്ദു നേരത്തെ പറഞ്ഞു, അതിനെ നമുക്ക് ദാരം എന്ന് പറയാം. ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം, നഖവെട്ടിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബലം എന്താ, നഖം വെട്ടാനുള്ള ബലം. നമ്മൾ ആ ഒരു നഖത്തിനകത്ത് വെച്ച് നമ്മൾ എവിടെ പ്രസ് ചെയ്യും, അതിന്റെ എൻഡ് ഭാഗത്ത് നമ്മൾ പ്രസ് ചെയ്യും. അപ്പൊ ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ആ ബലത്തെ പറയുന്ന പേരാണ് യത്നം, എഫേർട്ട്. ഇനി ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം, നമ്മൾ നഖം വെട്ടി ഉപയോഗിച്ച് നഖം വെട്ടുമ്പോ നഖം അവിടെ കട്ടായി വരികയാണ്, ഒരു ബലം ഉണ്ട്, കട്ടിയുള്ള നഖത്തിനെ അത് മുറിച്ചെടുക്കുകയാണ്. അതാണ് അവിടെ ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം എന്ന് പറയുന്നത്. അതിനെ രോധം, റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം യത്നം, ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലമാണ് രോധം. ഇപ്പൊ ദാരം, യത്നം, രോധം. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ഉത്തോലക നിയമത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആർക്കിമിഡീസ് ആണ്. ഉത്തോലക നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആർക്കിമിഡീസ് ആണ് ഉത്തോലക നിയമത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി 3 തരത്തിലുള്ള ഉത്തോലകങ്ങളുണ്ട്. 1ാം വർഗം അല്ലെങ്കിൽ 1ാം തരം, ഇങ്ങനെയും പറയും. 1ാം വർഗം എന്നും പറയും, 1ാം തരം എന്ന് പറയും. 1ാം വർഗ ഉത്തോലകങ്ങൾ, 2ാം വർഗ ഉത്തോലകങ്ങൾ, 3ാം വർഗ ഉത്തോലകങ്ങൾ. 1ാം വർഗ ഉത്തോലകങ്ങൾ, 2ാം വർഗ ഉത്തോലകങ്ങൾ, 3ാം വർഗ ഉത്തോലകങ്ങൾ. ഇനി പറയുന്ന പോയിന്റ് നിസ്സാരമായിട്ട് കാണരുത്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വരുന്നതെല്ലാം. അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് പഠിക്കണം. ഒരു പോയിന്റ് പോലും നമുക്ക് കളയാനില്ല. യത്നത്തിനും രോധത്തിനും ഇടയിൽ ദാരം വരുന്ന ഉത്തോലകങ്ങളാണ് 1ാം വർഗ ഉത്തോലകങ്ങൾ. എന്തിനൊക്കെ ഇടയിലാണ്? യത്നം, എഫേർട്ടിനും രോധം, റെസിസ്റ്റൻസിനും ഇടയിൽ ദാരം, എഫ്, ഫൾക്രം വരുന്ന ഉത്തോലകങ്ങളെ എന്ത് പറയുന്നു? 1ാം വർഗ ഉത്തോലകങ്ങൾ എന്ന് പറയും. നമുക്കതിനെ EFR എന്ന് പഠിക്കാം.
ഒന്നാം വർഗ ഉത്തോലകങ്ങൾ എന്ന് പറഞ്ഞാൽ അത് EFR ആണ്. EFR അങ്ങനെ അങ്ങ് പഠിച്ചോളണം. E എന്ന് പറഞ്ഞ എഫേർട്ട്, യജ്ഞം, F ദാരം, രോധം. അപ്പോ നമുക്ക് എന്ത് പറയാം? യജ്ഞത്തിനും രോധത്തിന്റെ ഇടയിൽ ആര് വരുന്നു? ദാരം വരുന്നു. അത്തരം ഉത്തോലകങ്ങൾ നമുക്ക് എന്ത് പറയാം? ഒന്നാം വർഗ ഉത്തോലകങ്ങൾ എന്ന് പറയാം. ഈ ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ്, നമുക്കൊരു കോഡ് വെച്ച് പഠിക്കാം. ഓക്കെ, കോഡ് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം കേട്ടോ. ഇരിക്കട്ടെ. ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത്, ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആയിരിക്കും. ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത്, നമ്മൾ യാന്ത്രിക ലാഭം എന്തായിരുന്നു? യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞ് പഠിച്ചല്ലോ. എന്തായിരുന്നു യാന്ത്രിക ലാഭം? ലഘുയന്ത്രങ്ങൾ നമുക്ക് തരുന്ന പ്രജ്ഞ ലാഭമാണ് അതിന്റെ തോത്. ലഘുയന്ത്രങ്ങൾ നമുക്ക് തരുന്ന ആ ഒരു പ്രയത്ന ലാഭത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യാന്ത്രിക ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാം വർഗ ഉത്തോലകങ്ങളുടെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് ഒന്നോ ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആയിരിക്കാം. ഒന്നോ ഒന്നിൽ കൂടുതലോ അല്ലെങ്കിൽ ഒന്നിൽ കുറവോ ആയിരിക്കാം. അതെന്ത് വേണോ ആകാം. അപ്പൊ യജ്ഞത്തിനും രോധത്തിനും ഇടയിൽ ദാരം വരുന്ന ഉത്തോലകങ്ങളാണ് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ. അത് അങ്ങനെ തന്നെ പഠിക്കണം. പിന്നെ ഈ ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒന്നോ ഒന്നിൽ കുറവോ കൂടുതലോ ഒന്നിൽ കുറവോ ആയിരിക്കും. ഒന്നോ ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഞാൻ PPTക്കകത്തില്ല. ഒരു കോഡാണ് പറയുന്നത്. ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണം നമുക്കൊരു കോഡ് വെച്ച് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പറയാണ്. സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ കത്രികയ്ക്ക് നഖം വെട്ടാനുള്ള ത്രാണിയില്ല. ഓക്കെ, സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ കത്രികയ്ക്ക് നഖം വെട്ടാനുള്ള ത്രാണി ഇല്ല. ആ കോഡൊന്ന് എല്ലാവരും ഒന്ന് ഉറക്കെ വായിച്ചേ. പറഞ്ഞോളൂ. സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ കത്രികയ്ക്ക് നഖം വെട്ടാനുള്ള ത്രാണിയില്ല. നഖം വെട്ടാനുള്ള ത്രാണിയില്ല. ഓക്കെ, ഈ ഒരു കോഡ് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത്തത് സീസോ, ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണത്തിൽ ഒന്നാമത് സീസോ. രണ്ടാമത്തത് പ്ലേയിൽ, അതിൽ പ്ലെയേഴ്സ്. സീസോ പ്ലെയേഴ്സ്. ഓക്കെ, സീസോ പ്ലേയിൽ ഒന്നാമൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നാം വർഗ ഉത്തോലകം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഒന്നാം വർഗ ഉത്തോലകം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഒന്നാമൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഒന്നാമനായ അടുത്തെന്താ പറഞ്ഞേക്കുന്നേ? കപ്പിത്താൻ. കപ്പിത്താൻ കപ്പി. കത്രികയ്ക്ക് കത്രിക. കപ്പിത്താൻ കത്രിക തന്നെയാണ്. നഖം വെട്ടാനുള്ള നഖം വെട്ടാനുള്ള ത്രാണിയില്ല. ത്രാസ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഒന്നാം വർഗ ഉത്തോലകങ്ങള്? പറഞ്ഞേ. സീസോ പ്ലെയർ നഖം വെട്ടി സീസോ കപ്പി കത്രിക നഖം വെട്ടി ത്രാസ്. സീസോ പ്ലെയേഴ്സ് കപ്പി കത്രിക നഖം വെട്ടിയത് നെയിൽ പുള്ളർ എന്നൊക്കെ പറയും കേട്ടോ. നമ്മള് നഖം വെട്ടിയെ നെയിൽ പുള്ളർ എന്ന് പറയും. പിന്നെ ത്രാണിയില്ല, ത്രാസ്.
അപ്പൊ ഇതിന്റെ കോഡ് എന്താ? സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ കത്രികയ്ക്ക് നഖം വെട്ടാനുള്ള ത്രാണിയില്ല. സീസോ, പ്ലെയേഴ്സ്, കപ്പി, കത്രിക, നെയിൽ പുള്ളർ അല്ലെങ്കിൽ നഖം വെട്ടി, ത്രാസ്. ഇതിലെ ഒന്നാമൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഒന്നാം വർഗ ഉത്തോലകം. ഇതിൽ നമ്മൾക്ക് ഇത്രയേ ഉള്ളൂ. ഒന്നാം വർഗ ഉത്തോലകത്തെ പറ്റി പഠിക്കാൻ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. എങ്ങനെയാ വരുന്നത് ഇതിന്റെ ഓർഡർ? യജ്ഞത്തിന്റെ ദാരത്തിന്റെയും രോധത്തിന്റെ ഓർഡർ വരുന്നത് എങ്ങനെയാ? യജ്ഞത്തിനും രോധത്തിനും ഇടയിൽ ദാരം വരുന്നു. ദാരം വരുന്നു. യജ്ഞത്തിനും രോധത്തിനും ഇടയിൽ ദാരം വരുന്നു. ഓക്കെ. അടുത്ത് ഇതിന്റെ യാന്ത്രിക ലാഭം എങ്ങനെയാണെന്ന് പറഞ്ഞു? ഒന്നിൽ കുറവോ ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആയിരിക്കും. ഒന്നിൽ കൂടുതലായിരിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കുറവായിരിക്കാം. ഒന്നോ ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആയിരിക്കാം. ഇനി ഇതിന്റെ ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണം എന്താണെന്ന് പറഞ്ഞു? സീസോ, പ്ലെയർ, കത്രിക, ഓക്കെ. ഈ ഒരൊറ്റ കോഡും ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാം വർഗ ഉത്തോലകത്തിനെ പറ്റി എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇതിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും പരീക്ഷയ്ക്ക് ചോദിക്കാറുമുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്നാം വർഗ ഉത്തോലകങ്ങളെ പറ്റി യാന്ത്രിക ലാഭം അതൊന്ന് പറയോ? യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാല് നമ്മള് ഈ ലഘു യന്ത്രങ്ങളിൽ നഖം വെട്ടി, കപ്പി, കത്രിക ഇതൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നത്? നമുക്കൊരു ജോലി ഈസി ആക്കാൻ വേണ്ടി, എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണല്ലേ. ഇപ്പോ കത്രിക നമുക്ക് നഖം വെട്ടി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ആലോചിച്ച്, നമ്മൾ നഖം വെട്ടി ഉപയോഗിച്ച് നമ്മുടെ നഖത്തിന്റെ ഇടയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തുമ്പോഴേക്കും നഖം കട്ട് ചെയ്ത് വരും. അതിന് എത്ര സമയം വേണം? വളരെ സെക്കൻഡ് ടൈം മതി, വളരെ കുറച്ച് സമയം മതി. ഇനി നമ്മൾ അതിന് നമ്മൾ നഖം വെട്ടിയില്ല, നമ്മൾ ഒരു കത്രിക വെച്ച് കട്ട് ചെയ്യണമെന്ന് വെച്ച് നോക്കിക്കേ, നമ്മൾ അത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഷേപ്പിന് വെട്ടിയെടുക്കാൻ എങ്ങനെ പോയാലും കുറച്ച് കൂടുതൽ സമയം എടുക്കും. ഇനി അതുമില്ല, ഒരു ബ്ലേഡ് വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നത്, ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോ ഈ മറ്റുപകരണങ്ങൾ കത്രിക അല്ലെങ്കിൽ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് നമ്മൾ നഖം വെട്ടുമ്പോൾ എടുക്കുന്നതിനേക്കാളും കുറച്ച് സമയം മതി നമുക്ക് നഖം വെട്ടി ഉപയോഗിച്ച് ആ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്തു? അവിടെ കുറച്ച് സമയം നമുക്ക് ലാഭമായിട്ട് വന്നു, അല്ലെങ്കിൽ നമ്മുടെ ജോലി കുറച്ച് എളുപ്പമായിട്ട് വന്നു. ആ കിട്ടുന്ന ആ ഒരു കുറച്ച് സമയം അതായിരിക്കും അവിടുത്തെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പെടണ്ട, നമുക്ക് കുറച്ച് സൂക്ഷ്മമായിട്ടൊന്നും നോക്കാതെ, കൈ ഒന്നും മുറിവ് പറ്റാതെ നമുക്ക് നല്ല ഷേപ്പിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? നമ്മുടെ നഖം വെട്ടിയെടുക്കാൻ പറ്റി. അപ്പൊ അതിനെയാണ് അവിടുത്തെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. നമ്മുടെ പ്രയത്ന ലാഭം, നമുക്ക് കിട്ടിയ നമ്മൾ ചെയ്ത ജോലിയിൽ നമുക്ക് കിട്ടിയ ലാഭത്തെയാണ് യാന്ത്രിക ലാഭം എന്ന് പറയുന്നത്. ഓക്കെ. അതിന് രണ്ടാം വർഗ ഉത്തോലകം. ദാരത്തിനും യജ്ഞത്തിനും ഇടയിൽ രോധം വരുന്ന ഉത്തോലകങ്ങൾ. ദാരത്തിനും യജ്ഞത്തിനും ഇടയില് രോധം വരുന്ന ഉത്തോലകം. FR നമുക്ക് ഫ്രീ എന്ന് വേണമെങ്കിൽ പഠിച്ചോളൂ. ഒന്നാമത്തത് എന്തുവായിരുന്നു? EFR. രണ്ടാമത്തത് ഫ്രീ എന്ന് നിങ്ങൾ പഠിച്ചോളൂ. രണ്ടാം വർഗം എന്ന് പറയുന്നത് ഫ്രീ ആണ്. FRE ഫ്രീ എന്നങ്ങ് പഠിച്ചോളൂ. ഒരു ഈടെ കുറവേ ഉള്ളൂ. FRE ഫ്രീ എന്നങ്ങ് പഠിച്ചോളൂ. ഇതിന്റെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് എപ്പോഴും ഒന്നിൽ കൂടുതലായിരിക്കും. രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം എപ്പോഴും എങ്ങനെയായിരിക്കും? ഒന്നിൽ കൂടുതലായിരിക്കും. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് പറഞ്ഞ കാര്യം എന്തായിരുന്നു? രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ ദാരോ യജ്ഞോ രോധം എങ്ങനെയായിരിക്കും? ദാരം, രോധം, ഫ്രീ. ദാരത്തിനും യജ്ഞത്തിനും ഇടയിലായിരിക്കും രോധം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് എപ്പോഴും ഒന്നിൽ കൂടുതലായിരിക്കും എന്നും പറഞ്ഞു. ഇനിയാണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം, രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ ഉദാഹരണം. ഉദാഹരണത്തിന് കോഡുണ്ട്. 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്. 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്. നമുക്ക് ആദ്യത്തേതാണെങ്കിലും ഈസി ആയിട്ട് ആ പേരുകളിൽ ഉണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, എന്നാൽ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും എഴുതിയെടുക്കുക. 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്. ഒന്ന് എല്ലാവരും പറഞ്ഞേ, 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്. 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്. ഓക്കെ. ഇതിലെ 2 എന്ന് പറയുന്നത് രണ്ടാം വർഗം എന്ന് നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. 2 എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ടാം വർഗം എന്നുള്ളതാണ്. ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഓപ്പണർ. നമ്മൾ ഈ സോഡ ബോട്ടിലൊക്കെ ഓപ്പൺ ചെയ്യുന്ന സാധനം, ബോട്ടിൽ ഓപ്പണർ. വില്ലിലുള്ള വിൽ എന്ന് പറയുന്നത് വീൽ ചെയർ. വിൽ എന്ന് പറയുന്നത് എന്തുവാണ്? വീൽ ചെയർ. ഇനി പാ എന്ന് പറയുന്നത് പാക്ക് വെട്ടി. എന്ന് പറയുന്നത് നാരങ്ങ ഞെക്കി. നിങ്ങള് ഈ കോഡ് പഠിക്കുമ്പോ ഇത് എന്താണെന്ന് കൂടെ പഠിച്ചാലല്ലേ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. സ്വാഭാവികമായിട്ടും ഈ ഉത്തോലകങ്ങളുടെ പേരുകളെല്ലാം പഠിക്കുമ്പോൾ ഈ കോഡും കൂടെ വരുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കുറെ പ്രാവശ്യം പറയുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും.
ബോട്ടിൽ ബോട്ടിൽ ഓപ്പണർ, വിൽ വീൽ ചെയർ, പാ എന്ന് പറയുന്നത് പാക്ക് വെട്ടി, നാ എന്ന് പറയുന്നത് നാരങ്ങ ഞെക്കി. 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്. അപ്പൊ ബോട്ടിൽ ഓപ്പണർ, വീൽ ചെയർ, പാക്ക് വെട്ടി, നാരങ്ങ ഞെക്കി. നാരങ്ങ ഞെക്കിയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം എന്താ? 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്. ബോട്ടിൽ ഓപ്പണർ, വീൽ ചെയർ, പാക്ക് വെട്ടി, നാരങ്ങ ഞെക്കി. ബോട്ടിൽ ഓപ്പണർ, വീൽ ചെയർ, പാക്ക് വെട്ടി, നാരങ്ങ ഞെക്കി. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഇനി 3ാം വർഗ ഉത്തോലകം. 3ാം വർഗ ഉത്തോലകം. രോധത്തിനും ദാരത്തിനുമിടയില് യത്നം വരുന്ന ഉത്തോലകങ്ങളാണ് 3ാം വർഗ ഉത്തോലകം. രോധത്തിനും ദാരത്തിനും ഇടയില് യത്നം. രോധം, യത്നം, ദാരം, ഈ ഒരു ഓർഡറിലായിരിക്കും വരുന്നത്. രോധത്തിനും ദാരത്തിന്റെ ഇടയില് യത്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്തരം ഉത്തോലകങ്ങൾ എന്ത് പറയാം? 3ാം വർഗ ഉത്തോലകം എന്ന് പറയാം. റഫ് എന്ന് പഠിച്ചാൽ മതി. റഫ്. 1ാമത്തത് EFR, 2ാമത്തത് ഫ്രീ, 3ാമത്തത് റഫ്. കുറച്ച് റഫ് ആണ്. 3ാം വർഗം എന്ന് പറയുന്നത് റഫ്, REF. രോധത്തിനും രോധം, യത്നം, ദാരം. രോധത്തിനും ദാരത്തിനും ഇടയിൽ യത്നം. അങ്ങനെ തന്നെ പഠിക്കണം. പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിക്കുകയും ചെയ്യും. ഇനി ഈ 3ാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് 1ൽ കുറവായിരിക്കും. 3ാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം എന്തായിരിക്കും? 1ൽ കുറവായിരിക്കും. 3ാം വർഗ ഉത്തോലകങ്ങളുടെ ഉദാഹരണം കോഡാണ്. 3 ഐസ് ചവച്ചു. 3 ഐസ് ചവച്ചു. അല്ലെ, 3 എന്നുള്ളത് 3ാം വർഗമാണ്. ഐസ് എന്ന് പറയുന്നത് ഐസ് ടോങ്സ്. നമ്മള് ഈ ഐസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ സ്നാക്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണം ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഐസ് ടോങ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി പറ്റും. ഐസ് ടോങ്സ്, ചവണ, ചവണ, ചൂണ്ട. 3 ഐസ് ചവച്ചു. ഐസ് ടോങ്സ്, ചവണ, ചൂണ്ട. ഐസ് ടോങ്സ്, ചവണ, ചൂണ്ട. ഇതാണ് 3ാം വർഗ ഉത്തോലകങ്ങളുടെ ഉദാഹരണം എന്ന് പറയുന്നത്. 1ാം വർഗ ഉത്തോലകങ്ങളുടെ ഉദാഹരണം എന്തായിരുന്നു? കോഡ് പറഞ്ഞേ. ഒന്നാമത്തെ കത്രികയ്ക്ക് നഖം വെട്ടാനുള്ള ത്രാണിയില്ല. നഖം വെട്ടാനുള്ള ത്രാണിയില്ല. ഓക്കെ, ഇനി അത് എല്ലാവരും ഒരുമിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കണേ. ഓണാക്കിയിട്ട് ഒരുമിച്ച് ഓരോന്നായിട്ട് പറഞ്ഞേ ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന്. കത്രിക, പ്ലെയർ, കപ്പി, സിൻസോ, പ്ലെയർ, ഇതിലെന്താ? കപ്പി, ത്രാസ്. 2ാം വർഗ ഉത്തോലകങ്ങളുടെ കോഡ് എന്തായിരുന്നു? 2 ബോട്ടിൽ. ഓണാക്കാത്ത കോഫ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് പറയണം എന്റെ കൂടെ. ഓക്കെ, 2 ബോട്ടിൽ വിൽപ്പനയ്ക്ക്. ബോട്ടിൽ ഓപ്പണർ, വീൽ ചെയർ, പിന്നെന്താ? നാരങ്ങ ഞെക്കി. ഓക്കെ, 3ാം വർഗ ഉത്തോലകങ്ങളുടെ കോഡ് പറഞ്ഞേ. 3 ഐസ് ലഘു യന്ത്രങ്ങളിൽ ഉത്തോലകങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഉത്തോലകങ്ങൾ. അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എത്രയും കഴിഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, ഇല്ല. അപ്പോ നിങ്ങള് നന്നായിട്ട് പഠിക്കുക. കോഡ് പഠിച്ചു. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ അറിയായിരിക്കും. ഇത് മതി എന്ന് വിചാരിച്ച് പോകരുത്. എല്ലാ ദിവസവും നിങ്ങൾ എഴുതി വയ്ക്കുന്ന നോട്ട് എല്ലാ ദിവസവും ഒന്ന് വായിച്ചെങ്കിലും വിടുക. അതാകുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നതായതുകൊണ്ട് പിന്നെ നമ്മൾ പഠിക്കേണ്ട. കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. അപ്പോൾ ലഘുയന്ത്രങ്ങൾ എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗത്തിന്റെ ഒരു ഭാഗം നമുക്ക് കഴിഞ്ഞു. ഈ ഒരു ഭാഗം പഠിക്കുന്നവർക്ക് ഇതിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എളുപ്പമാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഇതുള്ളതാണ്. ഇനി ഉത്തോലകങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതാണ് ചരിവ് തലം. ലഘുയന്ത്രങ്ങൾക്ക് വരുന്ന മറ്റൊന്നാണ് ചരിവ് തലം എന്ന് പറയുന്നത്. യത്നം, നമ്മുടെ എഫേർട്ട് കുറയ്ക്കുന്നതിന് വേണ്ടി തിരശ്ചീന തലവുമായി മട്ടകോൺ വരാതെ ഏതൊരു കോണിലും ചരിച്ച് ക്രമീകരിക്കുന്ന ഒരു പ്രതലമാണ് ചരിവ് തലം എന്ന് പറയുന്നത്. അപ്പൊ ചരിവ് തലം എന്ന് പറയുമ്പോൾ നമുക്ക് ചരിച്ച് മുകളിലുള്ള ഒരു സാധനം താഴെ കൊണ്ടുവരാനും ഒക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന
ഒരു ചരിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ് ചരിവ് തലം എന്ന് പറയുന്നത്. കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുമല്ലോ, അതുപോലത്തെ ഒരു ചരിവ്. നമ്മുടെ എഫേർട്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ജോലി ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി തിരശ്ചീന തലവുമായി മട്ടകോൺ വരാതെ ഏതൊരു കോണിലും ചരിച്ച് ക്രമീകരിക്കുന്ന, അത് മട്ടം എന്ന് പറയുമ്പോൾ കുത്തനെ ലംബമായിട്ട് വരാതെ കുറച്ച് ചരിച്ച് നമ്മൾ ക്രമീകരിക്കുന്ന ഒരു പ്രതലത്തെയാണ് ചരിവ് തലം എന്ന് പറയുന്നത്. ഏത് ലഘുയന്ത്രത്തിന്റെ തത്വമാണ് റാമ്പിൽ ഉപയോഗിക്കുന്നത്? റാമ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത് ചരിവ് തലം, അതിന്റെ തത്വമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഏത് ലഘുയന്ത്രത്തിന്റെ തത്വമാണ് റാമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാല് ചരിവ് തലത്തിന്റെ ആണ്. ഇനി ഇതിന്റെ ചരിവ് തലത്തിന്റെ യാന്ത്രിക ലാഭം ആശ്രയിച്ചിരിക്കുന്ന രണ്ട് ഘടകങ്ങൾ. ചരിവ് തലത്തിന്റെ യാന്ത്രിക ലാഭം ആശ്രയിച്ചിരിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് ചരിവ് തലത്തിന്റെ നീളം, ചരിവ് തലത്തിന്റെ ഉയരം. ചരിവ് തലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ ചരിഞ്ഞിരിക്കുന്ന ഒരു പ്രതലം, നമ്മള് എന്തുവാണ് ഇംഗ്ലണ്ട് പ്ലെയിൻ എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. നമ്മൾ മുകളിൽ ഒരു സാധനം ഇങ്ങനെ ചരിച്ചുരുട്ടി വിടാൻ വേണ്ടി നമ്മൾ ഈസി ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ചരിഞ്ഞ ഒരു പ്രതലം, നമ്മളൊരു പലകയാണ് അങ്ങനെ വെച്ചിരിക്കുന്നെങ്കിൽ അത് ഫോർ എക്സാമ്പിൾ. അപ്പൊ ഇതിന്റെ യാന്ത്രിക ലാഭം ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ചരിവ് തലത്തിന്റെ നീളവും ചരിവ് തലത്തിന്റെ ഉയരവുമാണ്. നീളവും ഉയരവും ആണ്. ചരിവ് തലത്തിന് ഉദാഹരണം എന്ന് പറയുമ്പോൾ റാമ്പ്, കത്തി, സ്ക്രൂ, ഇതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇതിന്റെ പേരടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. റാമ്പ്, കത്തി, സ്ക്രൂ, കോടാലി, ആപ്പ്, സ്ക്രൂ ജാക്ക്, മലകളിലേക്ക് കയറി പോകുന്ന വളഞ്ഞ റോഡുകളൊക്കെ ഈ ചരിവ് തലത്തിന് ഉദാഹരണമാണ്. റാമ്പ്, കത്തി, സ്ക്രൂ, കോടാലി, ആപ്പ്, സ്ക്രൂ ജാക്ക്, മലകളിലേക്ക് കയറി പോകുന്ന വളഞ്ഞ റോഡുകളൊക്കെ എന്തൊരു ഉദാഹരണമാണ്? ചരിവ് തലത്തിന് ഉദാഹരണമാണ്. മലകളിലേക്ക് കയറി പോകുന്ന വളഞ്ഞ റോഡുകൾ ഏത് തരം ലഘു യന്ത്രത്തിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ചരിവ് ചരിവ് തലം എന്ന് പറയാം. ഓക്കെ, ചരിവ് തലത്തിന് ഉദാഹരണമാണ്. ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പാഠഭാഗത്ത് നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് നിന്ന് എടുത്ത ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ എപ്പോഴും 4ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പാഠഭാഗം നോക്കി റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. സെക്കൻഡ് ലാസ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കോ? സെക്കൻഡ് ലാസ്റ്റ് സ്ലൈഡ് കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. ചരിവ് തലം എന്നുള്ള സ്ലൈഡ് ഓക്കെ, മതിയോ? ഓക്കെ മിസ്സേ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഞാൻ നോട്ട് കൊടുത്ത് സാറിന്റെ കയ്യിൽ ആ സമയത്ത് നിങ്ങൾക്ക് കാണാം. അടുത്ത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് രോഗങ്ങൾ. നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, ബാക്ടീരിയ പകർത്തുന്ന രോഗങ്ങൾ, അങ്ങനത്തെ കുറച്ച് രോഗങ്ങളും അവയുടെ കോഡുകളും ആയിരിക്കും പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതുപോലെ എളുപ്പമാണ്. നമ്മൾ കോഡ് പഠിക്കും, അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ രോഗങ്ങൾ പഠിച്ചു പോകും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. രോഗങ്ങൾ ലോക ആരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആരോഗ്യം ഉണ്ടല്ലേ? നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ആരോഗ്യം പോവും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഞാൻ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇപ്പോ? സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ചെറിയൊരു നെറ്റ്വർക്ക് എറർ വന്നു. ഇതിപ്പോ വരും കേട്ടോ, ശരിയായിക്കോളും. വന്നു. രോഗങ്ങള് നമുക്ക് ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാം. നമുക്ക് സ്ക്രീൻ വരും, നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആരോഗ്യം ഉണ്ടെന്ന് പറയണമെങ്കിൽ നമ്മൾ മാനസികമായിട്ടുള്ള ആരോഗ്യമുണ്ട്, ശാരീരികമായ ആരോഗ്യമുണ്ട്. അപ്പൊ ഈ മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ആരോഗ്യം വേണം. മാനസിക സുഖം വേണമെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടും എന്ത് വേണം? സൗഖ്യം ഉണ്ടാവണം. നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആകെ തളർന്നു പോകും. മാനസികമായും ശാരീരികമായിട്ടൊക്കെ നമ്മൾ തളർന്നു പോകും. അപ്പോ ലോക ആരോഗ്യ സംഘടന ആരോഗ്യത്തെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? മാനസികവും ശാരീരികവും സാമൂഹികവുമായ സ്ഥിതി. ഒരു വ്യക്തിയുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികവുമായ ഒരു സുസ്ഥിതി, ഒരു സമസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ ആ മനുഷ്യന് ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത്. മാനസിക എന്ന് പറയുമ്പോൾ എപ്പോഴും വിഷമമാണ്, വീട്ടിൽ പോയ ഒരു സമാധാനവും ഇല്ല,
നമുക്ക് എന്തുണ്ടാവും? ആരോഗ്യം ഉണ്ടാവും. നമുക്ക് ഒന്നും ചെയ്യാനൊരു എനർജി ഉണ്ടാകത്തില്ല. ടെൻഷൻ ഉണ്ടാകും, BP കൂടും, ആവശ്യമില്ലാത്ത ആരോഗ്യ പ്രശ്നങ്ങൾ വരും. ശാരീരികം എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു തുമ്മലോ ഒരു ജലദോഷമോ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ഘടനയും മാറും, നമ്മുടെ മാനസികാരോഗ്യത്തെ അത് ബാധിക്കും. കാരണം മാനസികവും ശാരീരികവും തമ്മിൽ ബന്ധമുണ്ട്. അടുത്തതാണ് സാമൂഹികം. സാമൂഹികം എന്ന് പറയുമ്പോൾ അറിയാം, നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്, നമ്മുടെ വീട്ടിലെ ആൾക്കാര്, നമ്മൾ അതുപോലെ ഇടപഴകുന്ന നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവര്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര്, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന അധ്യാപകര്, കുട്ടികള്, മറ്റു രക്ഷകർത്താക്കൾ, ഇതെല്ലാം നമ്മുടെ സമൂഹമാണ്. ഇപ്പോ നമ്മള് വീട്ടിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റുകയോ എന്തെങ്കിലും ഒരു തരത്തിലുള്ള വിഷമം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. നമ്മൾ വിഷമിക്കുകയോ കരയുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആരോഗ്യത്തെ ബാധിക്കും, അസുഖങ്ങൾ വരും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തിക്ക് മാനസികവും ശാരീരികവും സാമൂഹികവുമായ ഒരു സുസ്ഥിതി ഉണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ? ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മാനസികവും ശാരീരികവും സാമൂഹികവുമായ. ഓക്കെ, ഇനി വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ, വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പൊതുവെ അറിയപ്പെടുന്നത് എപ്പിഡെമിക് എന്നാണ്. വളരെ വേഗത്തിൽ പെട്ടെന്ന് പടർന്നു പിടിക്കും, നൊടിയിടയിൽ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ എപ്പിഡെമിക് എന്നാണ് പറയുന്നത്. അതുപോലെ സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്ന, പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്ത രോഗങ്ങളെ എൻഡമിക് എന്നാണ് പറയുന്നത്. സമൂഹത്തില് നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ കുറെ അധികം നാളായിട്ട് ഇതുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, തുടച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ രോഗങ്ങൾ പറയുന്ന പേരാണ് എൻഡമിക്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പൊതുവെ എപ്പിഡെമിക് എന്നാണ് പറയുന്നത്. സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്ന, പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ കഴിയാത്ത രോഗങ്ങളെ പറയുന്നത് എൻഡമിക് എന്നുമാണ്. ഇനി ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് പാൻഡമിക്. നമുക്കറിയാം, ഒരു പാൻഡമിക് നമ്മൾ അനുഭവിച്ചതേ ഉള്ളൂ. ഏതാ? കൊറോണ വന്നപ്പോഴേക്കും COVID-19 പാൻഡമിക് എന്ന് നമ്മൾ പറയുമായിരുന്നു അല്ലെ. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ. ഏത് രാജ്യത്തിൽ നിന്നാ പടർന്നു പിടിച്ചേ? ചൈന. ചൈനയിലെ ഏത് പട്ടണത്തിൽ നിന്നാ? വുഹാൻ. വുഹാൻ, അവിടെ നിന്നാണ് പടർന്നു പിടിച്ചത്. ഓക്കെ, ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് പാൻഡമിക് എന്ന് പറയുന്നത്. എൻഡമിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വളരെ കാലങ്ങളായി വേഗത്തിൽ പടർന്നു പിടിക്കുന്നത്. പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ. വളരെ വേഗത്തില് പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ, അത് എപ്പിഡമിക്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന എപ്പിഡമിക്. ഞാൻ ചോദിച്ചത് എൻഡമിക്. കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ളതും പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാൻ പറ്റാത്ത രോഗങ്ങളാണ് എൻഡമിക്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മാർക്ക് പോകുന്നത്, നിങ്ങൾ ഫെയിൽ ആവുന്നതിനുള്ള ഒരു പ്രധാന കാര്യം ക്വസ്റ്റ്യൻ വായിക്കില്ല. തുടക്കം വായിച്ചിട്ട് ഓപ്ഷൻ നോക്കി ഇഷ്ടമുള്ളതെന്ന് ടിക്കിട്ട് വെക്കും. ചിലപ്പോൾ ചോദിക്കുന്നത് അല്ലാത്തത് ഏതെന്നായിരിക്കും, നമ്മൾ കാണുന്നത് ആയത് ഏതെന്നായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം വ്യക്തമായിട്ട് കേട്ടിട്ട് മാത്രം എന്ത് ചെയ്യണം? ഉത്തരം പറയണം. അതിനുള്ള ക്ഷമ വേണം. നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ്. നമ്മൾ പറയില്ലേ, പയ്യെ തിന്നാൽ നമുക്ക് പനിയും തിന്നാൻ വേണ്ടി പറ്റും. ഒരു അല്പം ക്ഷമ നമ്മൾ അതിന് കാണിക്കണം. ഓക്കെ, ഇനി തെറ്റായ ജീവിതചര്യയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെ ജീവിതചര്യ രോഗങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിത രീതിയില് നേരായ രീതിയിൽ നമ്മൾ ആഹാരം കഴിക്കാതെയോ അല്ലെങ്കിൽ ശുചിത്വമില്ലാതെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അതാണ് നമ്മുടെ ജീവിതചര്യ എന്ന് പറയുന്നത്. തെറ്റായ ജീവിതചര്യയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെ ജീവിതചര്യ രോഗങ്ങൾ എന്നാണ് പറയുന്നത്. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, ഹൃദയ രോഗങ്ങൾ, ക്യാൻസർ ഒക്കെ ജീവിതചര്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഡയബറ്റിസ് കൂട്ടത്തിൽപ്പെടാത്തവ ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, ഹൃദയ രോഗങ്ങൾ, ക്യാൻസർ ഒക്കെ ഏതിനാ? ജീവിതചര്യ രോഗങ്ങൾക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ്. തെറ്റായ ജീവിതചര്യയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതചര്യ രോഗങ്ങൾ. തെറ്റായ ജീവിത രീതിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതചര്യ രോഗങ്ങൾ. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, ഹൃദയ രോഗങ്ങൾ, ക്യാൻസർ ഒക്കെ ഈ പറയുന്ന ജീവിതചര്യ രോഗങ്ങൾക്ക് ഉദാഹരണമാണ്. ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല മിസ്. ഇല്ല. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ചോദിക്കുന്നതാണ്, താഴെ പറയുന്നവയിൽ വൈറസ് രോഗങ്ങളുടെ കൂട്ടം കണ്ടെത്തുക.
അല്ലെങ്കിൽ വൈറസ് പരത്താത്ത രോഗം ഏത്? ഇങ്ങനെ പറഞ്ഞ് എപ്പോഴും ചോദിക്കും. അതുപോലെ ബാക്ടീരിയ പരത്താത്ത രോഗം ഏത്? അപ്പൊ നമ്മളത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഒന്നാമതായിട്ട് വൈറസ് പരത്തുന്ന രോഗം. വൈറസ് പരത്തുന്ന രോഗം അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോണ കാര്യമാണ് അല്ലെ. കോഡ് പഠിക്കുമ്പോൾ എപ്പോഴും അത് എന്തിന്റെ കോഡാണെന്നും കൂടെ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അപ്പൊ ഒന്നാമത്തത് വൈറസ് എന്ന് പറഞ്ഞ് തന്നെ പഠിക്കുക. വൈറസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുക. ആദ്യം ഞാൻ അവിടെ ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നതാണ് എന്റെ കോഡ്. DYSP. DYSPക്ക് ജലദോഷവും മച്ചമ്പി MACHAMPI മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും. വേറെ കോഡ് പഠിച്ചവരൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾ പഠിക്കുക. അല്ലാത്തവര് ഇത് ഫോളോ ചെയ്യുക. DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും. മച്ചമ്പി MACHAMPI ജപ്പാൻ ജ്വരം. അപ്പൊ ആരും മൈക്ക് ഓൺ ആക്കണ്ട. നിങ്ങൾ ഇപ്പൊ തന്നെ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് അവിടെ ഇരുന്ന് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ. DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും. വൈറസ് രോഗങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം. DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും. വൈറസ് രോഗങ്ങൾ. DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും. വൈറസ് രോഗങ്ങൾ. ഇങ്ങനെ പറഞ്ഞു പഠിക്കുക. ഇല്ലെങ്കിൽ കോഡ് ഓർമ്മ കാണും, അത് ഏതിനകത്ത് വരുന്നതാണെന്ന് മറന്നുപോകും. DYSPക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും. വൈറസ് രോഗങ്ങൾ. അപ്പൊ ഇനി എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. DYSPയിലെ ഡി ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി. വൈ യെല്ലോ ഫീവർ അഥവാ മഞ്ഞപ്പനി. വൈ യെല്ലോ ഫീവർ മഞ്ഞപ്പനി. ഡി ഡെങ്കിപ്പനി. വൈ യെല്ലോ ഫീവർ മഞ്ഞപ്പനി. യെസ് സാഴ്സ്. സാഴ്സ്. എസ് എന്ന് പറയുന്നത് എന്താണ്? സാഴ്സ്. പി പോളിയോ. അപ്പൊ അത്ര ആദ്യം പഠിക്കാം. DYSP ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, സാഴ്സ്, പോളിയോ. ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, സാഴ്സ്, പോളിയോ. ഇങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാം. ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, സാഴ്സ്, പോളിയോ. DYSP പഠിച്ചു. ഇനി ജലദോഷം എന്ന് പറയുന്നത് എന്താ? ജലദോഷം തന്നെയാണ്. അപ്പൊ DYSPക്ക് ജലദോഷം എന്ന് പറയുമ്പോൾ ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, സാഴ്സ്, പോളിയോ, ജലദോഷം. ഓക്കെ. ഇനി മച്ചമ്പി. മച്ചമ്പിയില് എം മംസ് തൊണ്ടവീക്കം. മംസ്. എ എയ്ഡ്സ്. മംസ്, എയ്ഡ്സ്. സി എന്ന് പറയുന്നത് ചിക്കൻ ബോക്സ്, ചിക്കൻ ഗുനിയ. രണ്ടെണ്ണവും വരും. ചിക്കൻ ബോക്സ്, ചിക്കൻ ഗുനിയ. എം എന്ന് പറയുന്നത് മംസ്, എ എയ്ഡ്സ്, സി ചിക്കൻ ബോക്സ്, ചിക്കൻ ഗുനിയ. അടുത്തെന്താ? എച്ച് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ്. നമ്മള് മച്ചമ്പി ഓരോ അക്ഷരങ്ങളായിട്ട് ആലോചിച്ചാൽ മതി. എം എന്ന് പറയുന്നത് മംസ്, എ എയ്ഡ്സ്, സി ചിക്കൻ ബോക്സ്, ചിക്കൻ ഗുനിയ, എച്ച് ഹെപ്പറ്റൈറ്റിസ്. എ എബോള. എ എബോള. വീണ്ടും എം വന്നു, മീസിൽസ്. എബോള, മീസിൽസ്. വീണ്ടും പി പന്നിപ്പനി, പക്ഷിപ്പനി. പി എന്ന് പറയുന്നത് പന്നിപ്പനി, പക്ഷിപ്പനി. ഐ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ. മീസിൽസ്, പന്നിപ്പനി, പക്ഷിപ്പനി, ഇൻഫ്ലുവൻസ. ഇനി ജപ്പാൻ ജ്വരം. ജപ്പാൻ ജ്വരം എന്ന് തന്നെയാണ്. അപ്പോ DYSP എന്ന് പറയുന്നത് എന്താ? ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, സാഴ്സ്, പോളിയോ, ജലദോഷം. ജലദോഷം. ഇനി മച്ചമ്പി അത്രയാണ് ഓർക്കേണ്ടത്. എം എന്ന് പറയുന്നത് മംസ്, എ എയ്ഡ്സ്, സി ചിക്കൻ ബോക്സ്, ചിക്കൻ ഗുനിയ, എച്ച് ഹെപ്പറ്റൈറ്റിസ്, എ എബോള, എം മീസിൽസ്, പി പന്നിപ്പനി, പക്ഷിപ്പനി, ഐ ഇൻഫ്ലുവൻസ, ജപ്പാൻ ജ്വരം. ജപ്പാൻ ജ്വരം. ഈ ഒരു രീതി തന്നെ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മറന്നുപോകില്ല. ഇനി ഇത് കൂടാതെ ഈ കോഡിൽ വരാത്ത കുറച്ച് രോഗങ്ങളുണ്ട്. പേവിഷബാധ, വസൂരി, കൊറോണ, കുരങ്ങുപനി. കൊറോണ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഓക്കെ. പേവിഷബാധ, വസൂരി, കൊറോണ, കുരങ്ങുപനി. നിപ്പ ഏതാ? നിപ്പ വൈറസ്. വൈറസ്. നിപ്പ. അപ്പൊ അതുകൂടെ ഇതിന്റെ കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ ഈ ഒരു കോഡിന്റെ കൂടെ നിങ്ങൾ ഓർക്കേണ്ടത് പേവിഷബാധ, വസൂരി, കൊറോണ, കുരങ്ങുപനി, നിപ്പ. ഇത്രയും പഠിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് അയ്യോ ഇത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുമായിരിക്കും. കോഡ് വെച്ച് ഓരോ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത് പഠിച്ചത് മറന്നുപോകില്ല. അപ്പോ ഇത് വെക്കുക. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കുക. നാളത്തെ ദിവസം ക്ലാസ് ഉണ്ടാവത്തില്ലായിരിക്കും, തീരുമാനിച്ചിട്ടില്ല. അപ്പൊ നാളെ ക്ലാസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നാളെ ഇരുന്ന് ഇത് പഠിക്കണം. ഈ ക്ലാസ്സിന്റെ സമയമാകുമ്പോൾ ഇത് മൊത്തം ഇരുന്ന് പഠിക്കണം. അപ്പോഴേക്കും മറന്നു പോകത്തില്ല. ഇതുവരെ ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണ് മിസ്സേ. ക്ലിയർ ആണ്.
ഇനി അടുത്ത വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ. അപ്പൊ നമ്മൾ പഠിച്ചത് വൈറസ് ആണ്. അടുത്ത വായു. അപ്പൊ എപ്പോഴും പഠിക്കുക വായു. വായു എന്ന് പറഞ്ഞ് എന്നെ പഠിക്കാം. കോഡ് ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ബാധിച്ച, ഇത് കുറച്ചുകൂടെ ഈസിയാണ്. ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ബാധിച്ച ആന്ധ്രയിലെ വാസു സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട്. ഇഞ്ചക്ഷൻ ഉണ്ട് എന്നല്ല, ഇഞ്ചക്ഷനുമുണ്ട്. ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ബാധിച്ച ആന്ധ്രയിലെ വാസു സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട്. എന്നിട്ട് എഴുതുക വായുവിലൂടെ പകരുന്നത്. ഇപ്പൊ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്റെ കൂടെ പറയുക. ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ബാധിച്ച ആന്ധ്രയിലെ വാസു സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട്. വായുവിലൂടെ പടരുന്ന രോഗങ്ങൾ. ഇനി ആദ്യത്തെ പറിച്ചത് എന്തായിരുന്നു? വൈറസ് ആയിരുന്നു. വൈറസിന്റെ കോഡ് എന്തായിരുന്നു? പറഞ്ഞേ. മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും ഡിവൈഎസ്പിക്ക് ജലദോഷവും മച്ചമ്പിക്ക് ജപ്പാൻ ജ്വരവും. കൂടെ ഞാൻ പറയണമെന്ന് പറഞ്ഞു വൈറസ് രോഗം ഒന്നും കൂടെ പറയണം. അതിന്റെ കൂടെ അതും കൂടെ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെങ്കിൽ അത് മറന്നു. ഇനി ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ബാധിച്ച ആന്ധ്രയിലെ വാസു സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട്. വായുവിലൂടെ പകരുന്നത്. ഇനി ചിക്കൻ പോക്സ്. ചിക്കൻ ഗുനിയയില്ല, ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ്. ഡിഫ്തീരിയ തന്നെ. ചിക്കൻ കഴിച്ചിലുള്ള ചിക്കൻ പോക്സ്. ഡിഫ്തീരിയ. ആന്ത്രാക്സ്. വാസു പസൂരി. സാറിന് സാഴ്സ്. ഇപ്പൊ ചിക്കൻ, ഡിഫ്തീരിയ, ആന്ധ്രയിലെ ആന്ത്രാക്സ്, വസൂരി, സാറ്, സാഴ്സ്. ചുമലിൽ വില്ലൻ ചുമ. 5 അഞ്ചാം പനി. ഇനി ഇഞ്ചക്ഷനുമുണ്ട്. അതിലുള്ള ഓരോ അക്ഷരങ്ങളാണ് നോക്കാനുള്ളത്. ഇ ഇൻഫ്ലുവൻസ, ജലദോഷം, ക്ഷയം. ഇ ഇൻഫ്ലുവൻസ, ജലദോഷം, ക്ഷയം. ന്യൂമോണിയ, മുണ്ടിനീര്. ഓക്കെ, അപ്പൊ ആ ഒരു ലാസ്റ്റത്തെ ഭാഗമാണ് പറയുന്നത് 5 ഇഞ്ചക്ഷനും ഉണ്ട്. 5 അഞ്ചാം പനി. ഇഞ്ചക്ഷനിലെ ഈ ഇൻഫ്ലുവൻസ, ജലദോഷം, ക്ഷയം, ന്യൂമോണിയ, മുണ്ടിനീര്. ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ബാധിച്ച ആന്ധ്രയിലെ വാസു സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷനുമുണ്ട്. ചിക്കൻ ബോക്സ്, ഡിഫ്തീരിയ, ആന്ത്രാക്സ്, വസൂരി, സാഴ്സ്, വില്ലൻ ചുമ, അഞ്ചാം പനി, ഇൻഫ്ലുവൻസ, ജലദോഷം, ക്ഷയം, ന്യൂമോണിയ, മുണ്ടിനീര്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ വാക്കുകൾ വെച്ച് ചിക്കൻ ബോക്സ്, ഡിഫ്തീരിയ, ആന്ത്രാക്സ്, വസൂരി, സാറ്, സാഴ്സ്, ചുമലിൽ ചുമ, 5 അഞ്ചാം പനി. ഇനി ഇഞ്ചക്ഷൻ. ഇ ഇൻഫ്ലുവൻസ, ജലദോഷം, ക്ഷയം, ന്യൂമോണിയ, മുണ്ടിനീര്. ഇങ്ങനെ നിങ്ങൾ പഠിക്കുക. ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ അത് മറന്നു പോകത്തില്ല. ക്ലിയർ ആണോ? 5ആം പനിയാണ് മീസിൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ഇനി രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയമാണ്. ഈ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന രോഗം എന്ന് പറയുന്നത് ക്ഷയരോഗമാണ്. ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് മരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഈ ലോകാരോഗ്യ സംഘടന അവര് റിസർച്ച് ഒക്കെ നടത്തി അവരുടെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കാൻ കാരണമാകുന്ന ഒരു രോഗമാണ് ക്ഷയരോഗം. ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധിതരുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം. ഏറ്റവും കൂടുതൽ ക്ഷയരോഗ ബാധിതരുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ. ഈ BCG ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്. ബാസിലസ് കാൽമിറ്റി ഗ്യൂറിൻ. ഈ കുത്തിവയ്പ്പ് കുഞ്ഞിന് നൽകേണ്ടത് കുഞ്ഞ് ജനിച്ച ഉടനെയാണ്. BCG കുത്തിവയ്പ്പ് നൽകുന്നത് എപ്പോഴാണ്? കുഞ്ഞ് ജനിച്ച ഉടനെയാണ് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടി സ്ക്രീൻ കാട്ടുവോ? കാണിച്ചു തരും.
ഓക്കെ, ഇനി നമുക്ക് നോട്ട് കിട്ടുമ്പോൾ എഴുതിയെടുക്കാവേ, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കിട്ടുമ്പോൾ എഴുതിയെടുക്കാം. അപ്പൊ നമ്മള് ഏതൊക്കെ രോഗങ്ങളാ പഠിച്ചത്? എങ്ങനെയാ പകരുന്ന രോഗങ്ങളാ പഠിച്ചത്? വൈറസിലൂടെയും വൈറസ് രോഗങ്ങളും രോഗങ്ങളും വായുവിലൂടെ പകരുന്ന രോഗങ്ങളും. വൈറസും വായും. അടുത്തതാണ് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. അപ്പൊ ഇതില് ഒരു ബോട്ട് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ബോട്ട്, മഞ്ഞ ബോട്ടിൽ ടൈ കെട്ടിപ്പോ LDC പ്ലസ് ഒരു H കൂടെ ഇട്ട് പഠിച്ചോണം. പ്ലസ് H ഇതിൽ എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങൾ ഒരു പ്ലസ് H കൂടെ ഇടണം. അപ്പൊ ബോട്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ബോട്ട് എന്ന് പറയുമ്പോ നമ്മൾ വെള്ളത്തിലാണല്ലോ ഇറക്കുന്നത്. അപ്പൊ ജലത്തിലൂടെ എന്നുള്ളത് അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാനും പറ്റും നമുക്ക്. മഞ്ഞ ബോട്ടിൽ ടൈ കെട്ടിപ്പോ LDC പ്ലസ് ഒരു H കൂടെ നിങ്ങൾ ഇടുക. മഞ്ഞപ്പിത്തം ജോണ്ടിസ്. മഞ്ഞപ്പിത്തം ജോണ്ടിസ്. ബോട്ടുലിസം. മഞ്ഞപ്പിത്തം ജോണ്ടിസ്. ബോട്ടുലിസം. ടൈഫോയിഡ്. ഇനി കെട്ടി കഴിഞ്ഞുള്ള പോളിയോ. മഞ്ഞപ്പിത്തം, ബോട്ടുലിസം, ടൈഫോയിഡ്, പോളിയോ. മഞ്ഞപ്പിത്തം, ബോട്ടുലിസം, ടൈഫോയിഡ്, പോളിയോ. ഇനി LDC. L എന്ന് പറയുന്നത് എലിപ്പനിയാണ്. ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ എലിപ്പനിയെ പറയുന്നത്. ലെപ്റ്റോസ്പൈറോസിസ്, അതുകൊണ്ട് തന്നെ എലിപ്പനി. L എന്ന് പറയുന്നത് എലിപ്പനി. ഡിസെൻട്രി വയറിളക്കം. വയറിളക്കം. കോളറ. അതാണ് LDC. എലിപ്പനി, വയറിളക്കം, കോളറ. മഞ്ഞപ്പിത്തം. ബോട്ടുലിസം. ഈ H എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ്. ഒരു പ്ലസ് ഇട്ടുള്ള H, ഹെപ്പറ്റൈറ്റിസ്. മഞ്ഞപ്പിത്തം. ബോട്ടുലിസം. ടൈഫോയിഡ്. പോളിയോ. അടുത്ത LDC എലിപ്പനി. ഡിസെൻട്രി വയറിളക്കം. കോളറ. ഇനി നമുക്കൊരു H കൂടെ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ്. ഇത്രയുമാണ് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ പരീക്ഷയ്ക്കും ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്തു നിന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇതുപോലെ പഠിച്ചുകൊണ്ട്. അപ്പൊ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ പഠിച്ചോ? ക്ലിയർ ആണോ? H എന്താ മിസ്സേ? ഹെപ്പറ്റൈറ്റിസ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ആദ്യം കോഡ് പഠിക്കുക. കോഡ് പഠിക്കുമ്പോൾ അത് ഏതിനുള്ളതാണെന്ന് പഠിക്കുക. എന്നിട്ട് ആ കോഡ് വെച്ചിട്ട് ഓരോ രോഗങ്ങൾ പഠിക്കുക. നമ്മൾ മറന്നു പോകത്തില്ല. അടുത്താണ് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ. ബോറടിച്ചോ ക്ലാസ്? ഇല്ല മിസ്. ഓക്കെ. ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങള് കോഡ് എഴുതാം ആദ്യം. വിപിൻ എന്ന് ആണ് അതിനെ പറയുന്നത്. വിപിൻ. അടുത്ത് KKD കോഴിക്കോട്. ഇതിന്റെ ഷോർട്ടാണ് KKD, കോഴിക്കോട്. KKD. എയ്സ്. ACE എയ്സ്. നമ്മൾ ഇതിനെ ഓരോന്ന് പിരിച്ച് തന്നെ നമുക്ക് പഠിച്ചാൽ മതി. കോഴിക്കോട് KKD എയ്സിലാണ് TTCക്ക് പഠിക്കുന്നത്. വിഷയം ബോട്ടണി ഗണിതം. വിപിൻ കോഴിക്കോട് KKD എയ്സിലാണ് ACE എയ്സിലാണ് TTCക്ക് പഠിക്കുന്നത്. വിഷയം ബോട്ടണി ഗണിതം. ഇതില് വിപിൻ അല്ല വി എന്ന് പറയുന്നത് വില്ലൻ ചുമ. വില്ലൻ ചുമ. പ്ലേഗ്. ഞാൻ അതിലെ താഴെ എഴുതിയിരിക്കുന്നത് മാത്രം എഴുതിയാൽ മതി. സൈഡിൽ എഴുതുന്നത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഓക്കെ. വില്ലൻ ചുമ. പ്ലേഗ്. ന്യൂമോണിയ. അപ്പൊ വിപിനുള്ളതായി VPN. വില്ലൻ ചുമ, പ്ലേഗ്, ന്യൂമോണിയ. ഇനിയുള്ളത് കോഴിക്കോട് KKD. കുഷ്ഠം, ക്ഷയം, ഡിഫ്തീരിയ. അപ്പൊ വിപിൻ, വില്ലൻ ചുമ, പ്ലേഗ്, ന്യൂമോണിയ. കോഴിക്കോട് KKD കുഷ്ഠം, ക്ഷയം, ഡിഫ്തീരിയ. ഇനിയുള്ളത് എയ്സ് ACE ആന്ത്രാക്സ്, കോളറ, എലിപ്പനി. അടുത്ത് TTC ടെറ്റനസ്,
ടൈഫോയിഡ്, സിഫിലസ്. ടെറ്റനസ്, ടൈഫോയിഡ്, സിഫിലസ്. ടെറ്റനസ്, ടൈഫോയിഡ്, സിഫിലസ്. ഓക്കെ, ഇനി വിഷയം ബോട്ടണി ഗണിതം അല്ലേ? ബോട്ടണി, ബോട്ടുലിസം, ഗണിതം ഗൊണേറിയ. ബോട്ടണി, ബോട്ടുലിസം, ഗണിതം ഗൊണേറിയ. അപ്പൊ ഒന്നിട്ട് നോക്കാം. വിപിൻ, വില്ലൻ ചുമ, പ്ലേഗ്, ന്യൂമോണിയ. KKD, കെ കുഷ്ഠം, അടുത്ത കെ ക്ഷയം, അടുത്ത ഡി ഡിഫ്തീരിയ, എയ്സ്, എ ആന്ത്രാക്സ്, സി കോളറ, ഇ എലിപ്പനി, TTC, ടി ടെറ്റനസ്, അടുത്ത ടി ടൈഫോയിഡ്, സി സിഫിലസ്. ബോട്ടണി ഗണിതം, ബോട്ടുലിസം, ഗൊണേറിയ. ഇനി ഇതിന് പുറമെ വരുന്ന 2 രോഗങ്ങളാണ് തൊണ്ടകാറല്, ഭക്ഷ്യവിഷബാധ. തൊണ്ടകാറല് അതുപോലെ ഭക്ഷ്യവിഷബാധയും ബാക്ടീരിയ പരത്തുന്ന രോഗമാണ്. ബാക്ടീരിയ പരത്തുന്ന രോഗമാണ്. ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ, ടീച്ചർ ആ സ്ലൈഡ് ഒന്നും കൂടി കാണിക്കോ? സ്ക്രീൻഷോട്ട് എടുക്കണം. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊതുക് പരത്തുന്ന രോഗങ്ങളാണ്. കൊതുക് പരത്തുന്ന രോഗങ്ങൾ. കൊതുക് പരത്തുന്ന രോഗങ്ങള് മന്ത്, മലേറിയ, ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ, ജപ്പാൻ ജ്വരം. ഇതൊക്കെയാണ് കൊതുക് പരത്തുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഇതെല്ലാം ചോദിക്കുന്നതാണ്. മന്ത് പരത്തുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകൾ. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം, ഇതെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മന്ത്, ക്യൂലെക്സ് കാണുന്നില്ലല്ലോ. കാണുന്നില്ല. സ്ക്രീൻ വരും. നെറ്റ് പോയിട്ട് റേഞ്ച് പോയിട്ട്, ഞാൻ ലാപ്പിലാണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. റേഞ്ച് പോയിട്ടാണ്. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എഴുതിയെടുത്തോളൂ. മന്ത്, ക്യൂലെക്സ് പെൺകൊതുകുകൾ. ക്യൂലെക്സ് പെൺകൊതുകുകളാണ് മന്ത്. ക്യൂലെക്സ് പെൺകൊതുകുകൾ. ഇനി മലേറിയ, അനോഫിലസ് പെൺകൊതുകുകൾ. അനോഫിലസ് പെൺകൊതുകുകൾ. ഓക്കെ, അനോഫിലസ് പെൺകൊതുകുകളാണ് എന്ത് രോഗം പരത്തുന്നത്? ആദ്യം പറഞ്ഞത് ഏതായിരുന്നു? പെൺകൊതുക് പരത്തുന്ന രോഗം. രണ്ടാമത്തേത് അനോഫിലസ് പെൺകൊതുകുകൾ. ഇനിയുള്ളത് EDCGT. EDCGT 3 രോഗങ്ങളാണ് പരത്തുന്നത്. EDCGT ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, ചിക്കുൻ ഗുനിയ. ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, ചിക്കുൻ ഗുനിയ. ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, ചിക്കുൻ ഗുനിയ. ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, ചിക്കുൻ ഗുനിയ. EDCGT. സ്ക്രീൻ വന്നോ? വന്നു മിസ്. ഓക്കെ, ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ. അപ്പോൾ സ്ക്രീൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പാനിക് ആവണ്ട. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ചെറിയ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട്, അപ്പോൾ നെറ്റ് പോകുമ്പോൾ സ്ക്രീൻ പോവും. ഡെങ്കിപ്പനി EDCGT, മഞ്ഞപ്പനി EDCGT, ചിക്കൻ ഗുനിയ EDCGT. അപ്പോൾ EDCGT ഏതൊക്കെയാ? ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ. അങ്ങനെ തന്നെ പഠിച്ചു പോകണം. ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, ചിക്കൻ ഗുനിയ. മന്ത്, ക്യൂലെക്സ് പെൺകൊതുകുകൾ. മലേറിയ, അനോഫിലസ് പെൺകൊതുകുകൾ. ഡെങ്കിപ്പനി EDCGT, മഞ്ഞപ്പനി EDCGT, ചിക്കൻ ഗുനിയ EDCGT, ജപ്പാൻ ജ്വരം. രോഗാണുവാഹകരായ പലതരം കൊതുകുകൾ. ഒരു ഒറ്റ കൊതുകല്ല, രോഗാണു വഹിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് കൊതുകുകൾ, പലതരം കൊതുകുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ജപ്പാൻ ജ്വരം പരത്തുന്നുണ്ട്. അപ്പൊ കൊതുക് പരത്തുന്നത് ഏതൊക്കെയാണ്? മന്ത്, മലേറിയ, ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, ചിക്കുൻ ഗുനിയ, ജപ്പാൻ ജ്വരം. അത് ആദ്യം പഠിക്കുക. മന്ത്, ക്യൂലെക്സ് പെൺകൊതുകുകൾ. മലേറിയ, അനോഫിലസ് പെൺകൊതുകുകൾ. ഡെങ്കിപ്പനി EDCGT, മഞ്ഞപ്പനി EDCGT, ചിക്കുൻ ഗുനിയ EDCGT. EDCGT ഏതൊക്കെയായിരുന്നു? ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, ചിക്കുൻ ഗുനിയ. ഇനി ജപ്പാൻ ജ്വരം ആണെങ്കിലോ? രോഗാണുവാഹകരായ പലതരം കൊതുകുകൾ. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണ് മിസ്. ഓക്കെ, അപ്പൊ ഇത്രയും മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതി. ഇനി കുറച്ചുകൂടി ഉള്ളൂ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. തീരത്തില്ല. അപ്പൊ എന്തൊക്കെയാണ് ഇന്ന് പഠിച്ചത്? നമ്മൾ ആദ്യം പഠിച്ചത് ലഘുയന്ത്രങ്ങളാണ്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ മൈക്ക് ഓണാക്കി ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ, 1ാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞേ.
പ്ലെയർ കത്രിക നഖംവെട്ടി ത്രാസ്. കത്രിക പ്രാസ്. കോഡ് പഠിച്ചവര് കോഡ് ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ മറന്നുപോയില്ല. അങ്ങനെ പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ അല്ലാതെ പറയണം എന്നത് തന്നെ അല്ല, കോഡിൽ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി മറന്നുപോകില്ല. ഇപ്പൊ സീസോ കോഡ് ഞാൻ പറയുവാണ്. player. പ്ലേയിൽ ഒന്നാമനായ കത്രിക നഖംവെട്ടി ത്രാസ്. ഓക്കെ, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സംസാരിക്കരുത് കേട്ടോ. മൈക്ക് ഓഫ് ചെയ്തോണം. സീസോ പ്ലേയിൽ ഒന്നാമനായ കപ്പിത്താന്റെ കത്രികയ്ക്ക് നഖം വെട്ടാനുള്ള ത്രാണിയില്ല. സീസോ, പ്ലെയർ, കപ്പി, കത്രിക, നെയിൽ പുളർ, ത്രാസ്. ഓക്കെ, ഒന്നാം വർഗ ഉത്തരത്തിന്റെ യാന്ത്രിക ലാഭം എത്രയായിരിക്കും? ഒന്നോ ഒന്നിൽ ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ. ഒന്നോ ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആയിരിക്കും. ഓക്കെ, EFR അതാണ് ഒന്നാം വർഗ ഉത്തോലകം. ഇനി അടുത്ത രണ്ടാമത്തത് നമ്മള് FRE ഫ്രീ എന്ന് പറഞ്ഞ് പഠിച്ചു. FRE ഇനി രണ്ടാം വർഗ ഉത്തോലത്തിന്റെ യാന്ത്രിക ലാഭം എപ്പോഴും ഒന്നിൽ കൂടുതലായിരിക്കും എന്ന് പഠിച്ചു. ഉദാഹരണം പറഞ്ഞേ. ഓപ്പണർ, വീൽ പാക്കുവടി നാരങ്ങ നെറ്റി. ബോട്ടിൽ ഓപ്പണർ, വീൽ ചെയർ, പാക്കുവെട്ടി, നാരങ്ങ നെറ്റി. ഓക്കെ, ഇനി മൂന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത് നമ്മള് പഠിച്ചതാണ്. റഫ് എന്ന് പഠിച്ചു. ഇനി മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം ഒന്നിൽ കുറവായിരിക്കും എന്ന് പഠിച്ചു. നിക്കൊന്ന് ആൻവിയ ഒന്നിൽ കുറവായിരിക്കും എന്നും പഠിച്ചു. ഇനി മൂന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞേ. ഐസ്റ്റോൺസ്, ചവണ, ചൂണ്ട. ഓക്കെ, ഇനി പിന്നെ നമ്മൾ പറഞ്ഞത് ചെരുവ് തലത്തെ പറ്റിയാണ്. നമ്മള് ഒരു തിരശ്ചീനമായിട്ട് മട്ടകോൺ വരാതെ ഏതൊരു കോണിൽ നമുക്ക് ചരിച്ച് ക്രമീകരിക്കുന്ന ഒരു പ്രതലമാണ് ചെരുവുതലം എന്ന് പറഞ്ഞു. റാമ്പില് പ്രയോഗിച്ചിരിക്കുന്നത് ചരിവുതലം എന്ന് പറയുന്ന ലഘുയന്ത്രത്തിന്റെ തത്വമാണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ കുറെ ചരിവുതലത്തിന് ഉദാഹരണങ്ങൾ പഠിച്ചു. നിങ്ങൾ നോക്കുക, ചരിവുതലത്തിന്റെ യാന്ത്രിക ലാഭം ആശ്രയിച്ചിരിക്കുന്ന രണ്ട് ഘടകങ്ങൾ ഏതൊക്കെയാണ്? ചരിവുതലത്തിന്റെ ചരിവുതലത്തിന്റെ ഉയരമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ഈ മലകളിലേക്ക് കയറി പോകുന്ന വളഞ്ഞ റോഡുകളൊക്കെ ഈ ചരിഞ്ഞ തലത്തിനകത്ത് വരുന്നതാണെന്നും നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് പഠിച്ചു? രോഗങ്ങളെ പറ്റി പഠിച്ചല്ലേ. രോഗങ്ങളെ പറ്റി പഠിച്ചപ്പോ നമ്മള് കുറച്ച് എപ്പിഡമിക് എന്താണ്, എൻഡമിക് എന്താണ് എന്നൊക്കെ പറഞ്ഞു, പാൻഡമിക് എന്താണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മള് വൈറസ് രോഗങ്ങൾ പഠിച്ചു, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ പഠിച്ചു, വായുവിലൂടെ പകരുന്നത് പഠിച്ചു, ബാക്ടീരിയ പകർത്തുന്ന രോഗങ്ങൾ പഠിച്ചു. ഇപ്പോ ലാസ്റ്റ് നമ്മള് കൊതുക് പകരുന്ന രോഗങ്ങൾ വരെ പഠിച്ചു നിൽക്കുവാണ്. അപ്പൊ ഞാനത് ഇപ്പൊ റിപ്പീറ്റ് ചെയ്യാത്തതിന്റെ കാര്യം, നിങ്ങൾ കോഡൊക്കെ പഠിച്ചിങ്ങനെ വെച്ചേക്കുവാണ്. ഇപ്പൊ ഞാനത് ചോദിക്കുന്നില്ല. ഞാൻ എന്ന് ചോദിക്കും? അടുത്ത ക്ലാസ്സിൽ ചോദിക്കും. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങള് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇതെല്ലാം ഒന്ന് വായിച്ച് പഠിച്ചു വെക്കുക. അതാകുമ്പോ മറന്നു പോകത്തില്ല. അതിനുശേഷം ഒന്ന് എഴുതി നോക്കുക. ഈ കോഡ് വെച്ച് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കോഡ് എഴുതിയിട്ട് നമുക്ക് കാണാതെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കുക. പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? വീണ്ടും പഠിക്കണം. അങ്ങനെ ചെയ്താലേ നമ്മൾ മറന്നു പോകാതിരിക്കുള്ളൂ. ഇതൊക്കെ നമുക്ക് 1 മാർക്കോ 2 മാർക്കോ എന്നൊക്കെ വരും. ഡിസിസിന്നൊക്കെ എപ്പോഴും 2 3 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ അത്രയും മാർക്ക് നമുക്ക് ഷുവർ ആക്കണമെങ്കിൽ അത് നന്നായിട്ട് പഠിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഈ ഉന്തുവണ്ടിയില്ലേ അർബാന ഏത് വർഗ ഉത്തരവൊക്കെ വരിക? അർബാന ഉത്തോലകത്തിനകത്ത് വരുന്നതല്ല. ഓക്കെ മിസ്. ഈ ഓക്കെ ഓക്കെ ഞാൻ എന്തോ പറഞ്ഞുകൊണ്ട് വന്നേ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഇന്ന് വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ച ഡൗട്ട് ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ റെഫർ ചെയ്തിട്ട് നാളെ പറഞ്ഞുതരാം കേട്ടോ. ഇനി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഡൗട്ട് വരും. പഠിക്കുമ്പോഴായിരിക്കും ഡൗട്ട് വരുന്നത്. പഠിക്കുന്നവർക്കേ ഡൗട്ട് വരത്തുള്ളൂ. അപ്പോൾ ഈ ഡൗട്ടുകൾ പഠിക്കുന്ന സമയത്ത് തന്നെ നോട്ടിന്റെ സൈഡിലൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ പുറകിൽ എന്തെങ്കിലും എഴുതി വെക്കുകയോ ചെയ്യുക. അടുത്ത ദിവസം ഞാൻ സംശയങ്ങളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതുമാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ആദ്യത്തെ ദിവസം തന്നെ പഠിച്ചു പോവുക, എങ്കിലേ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ മിസ്, ഗുഡ് നൈറ്റ്. താങ്ക് യു.